ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സാന്ത്വനം 2-ന്റെ നാളത്തെ പുതിയ വിശേഷത്തിലോട്ട് സ്വാഗതം. ഭയങ്കര ട്വിസ്റ്റ് ആയിട്ടോ നാളെയൊക്കെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ അടുത്ത 2 ദിവസത്തെ എപ്പിസോഡിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ധർമ്മൻ ദേവമംഗലത്തിൽ നിന്നും രാത്രിയിൽ കുറച്ച് മദ്യപിച്ചിട്ടൊക്കെ പോയി തിരിച്ചു ചെല്ലണത് നമ്മുടെ അച്യുതന്റെയൊക്കെ കണ്ണിപ്പെടാൻ കേട്ടോ. അങ്ങനെ അച്യുതൻ ഒരു തീരുമാനം എടുക്കുകയാണ്. അതായത് ഇവൻ ഇങ്ങനെ പോവാണെങ്കിൽ അവരുമായിട്ട് വീണ്ടും അടുത്ത് പഴയ പോലെ ആ സ്നേഹം നിലനിർത്തും. ചിലപ്പോ അവൻ ഇവിടെ നിന്ന് തന്നെ പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാലനെ എനിക്ക് ഇടിച്ചു താഴ്ത്താൻ പറ്റില്ല. എന്റെ വാശി, എന്റെ ആ ദേഷ്യം തീരണമെങ്കിൽ ബാലനെ അധപതിപ്പിക്കണം എന്ന് തന്നെ നമ്മുടെ അച്യുതൻ തീരുമാനിക്കാൻ കേട്ടോ. അങ്ങനെ അച്യുതൻ ആ കടയുടെ ഓണറെ വിളിച്ചിട്ട് എന്തായി കാര്യങ്ങൾ, അപ്പൊ 2 ദിവസത്തിന് തന്നെ കട ഉദ്ഘാടനം ചെയ്യാന്നുള്ളത് അയാൾ പറയണ. അങ്ങനെ നമ്മുടെ ധർമ്മൻ എല്ലാവരുടെ അടുത്തും പറയണ, ഇന്ദിരാമയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും നമ്മുടെ അച്യുതൻ വന്നിട്ട് ധർമ്മന്റെ അടുത്തും ഇന്ദിരാമയുടെ അടുത്തും ആനന്ദേട്ടന്റെ അടുത്തും എല്ലായിടത്തും പറയണ നമ്മുടെ കട 2 ദിവസത്തിനകത്ത് ഉദ്ഘാടനം ചെയ്യാൻ പോവേണ്, എല്ലാ ഒരുക്കങ്ങളും റെഡി ആയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയണ. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പക്ഷെ ധർമ്മന്റെ മുഖത്ത് ആ ഒരു സന്തോഷത്തിന്റെ വെളിച്ചമൊന്നും വന്നില്ല. അപ്പൊ സുകന്യക്കാണെങ്കിൽ എവിടെ അച്ചുവേട്ടാ, എവിടെ, എന്താ പേര്, കടയുടെ പേര്, അങ്ങനെയൊക്കെ 100 ചോദ്യങ്ങളാണ് നമ്മുടെ സുകന്യ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പറഞ്ഞു എന്തായാലും നല്ല സിറ്റി ആയിട്ടുള്ള നല്ലൊരു സ്പോട്ട് തന്നെയാണ് കട. പിന്നെ ആ ഗോമതി സ്റ്റോറിനെക്കാട്ടിലും എന്തുകൊണ്ടും വലിയൊരു ഷോപ്പ് തന്നെയാണ് ധർമ്മന് വേണ്ടി ഇട്ടിരിക്കുന്നത്. എല്ലാ A to Z സാധനങ്ങളുള്ള ഒരു നല്ലൊരു പലചരക്ക് കട തന്നെയാണെന്ന് പറയുന്നുണ്ട്. എന്താ ധർമ്മ, നിനക്ക് സന്തോഷമായില്ലേ? അതെ, സ്ഥലവും കടയുടെ പേരും ഒക്കെ സർപ്രൈസ് ആയിട്ട് ഉദ്ഘാടനത്തിന്റെ അന്ന് അറിഞ്ഞാൽ മതി എന്നുള്ളതാണ് അച്യുതൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പൊ ധർമ്മന്റെ മുഖം നമ്മുടെ ഇന്ദിരാമ ശ്രദ്ധിക്കുന്നുണ്ട്. അവനൊരു സമാധാനം ഇല്ല. അങ്ങനെ നമ്മുടെ ധർമ്മന്റെ അടുത്തോട്ട് ഇന്ദിരാമ എല്ലാരും മാറിക്കഴിഞ്ഞപ്പോ ചെല്ലേണ്, എടാ മോനെ, നീ എന്തിനാണ് വിഷമിക്കുന്നത്? നീ ഇത്രയേറെ സങ്കടപ്പെടേണ്ട കാര്യം എന്നാ? എന്നായാലും നിനക്ക് സ്വന്തമായിട്ട് ഒരു കടയും നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കളൊക്കെ ഇനി ആയി കഴിയുമ്പോൾ നിനക്ക് വേണം. നീ അതോർത്ത് സങ്കടപ്പെടേന്നും വേണ്ട. അപ്പൊ ധർമ്മം പറഞ്ഞു, അതല്ലമ്മേ, എനിക്ക് സത്യം പറഞ്ഞ ആച്ചുവേട്ടന്റെ അല്ലെങ്കിൽ അനന്തേട്ടന്റെ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ചെറിയ ജോലി എന്തെങ്കിലും മതിയായിരുന്നു. അങ്ങനെ പോരാ, നിനക്കും നിന്റേതായിട്ടുള്ള ഒരു ഉയർച്ചയൊക്കെ വേണം. നീ എന്റെ മകനാ, അത് നീ മറക്കണ്ട. നിനക്ക് നല്ല രീതിയിൽ നീ മറ്റൊരാളുടെ അതായത് മറ്റൊരാളുടെ കീഴിൽ നിൽക്കാണ്ട് സ്വന്തം സ്ഥാപനത്തിൽ തന്നെ നീയും നിൽക്കുക എന്ന രീതിയിൽ ഇന്ദിരാമ കാര്യങ്ങളൊക്കെ പറയണ. അപ്പൊ ധർമ്മം പറയണത്, എന്റെ അളിയനും ചേച്ചിയും അവിടെ നിൽക്കണം, അവരുടെ അടുത്ത് പോലും ഒരു തീരുമാനം ഒന്നും പറഞ്ഞതുമില്ല. അത് സാരമില്ല, ഞാൻ എന്തായാലും ഗോമതിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം, നീയും ഒന്ന് ചെന്ന് പറഞ്ഞേരേന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇന്ദിരാമ പുറത്തിറങ്ങുമ്പോ ഗോമതി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, അപ്പുറത്ത് ദേവമംഗലത്ത്. അങ്ങനെ നമ്മുടെ ഗോമതിയെ വിളിച്ചിട്ട് ധർമ്മൻ ഇങ്ങനെ കട ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവുകയാണ് മോളെ. അച്യുതനാണ് എല്ലാ കാര്യങ്ങളും ആക്കിയിരിക്കുന്നത്. എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഉദ്ഘാടന ദിവസം മനസ്സിലാക്കാൻ മതി എന്നുള്ള രീതിയിലൊക്കെ ഇരിപ്പുണ്ട്. അവന് വലിയ വിഷമ. കാരണം നിന്നെയും ബാലനെയും അല്ലെ, അവൻ ഇത്രയും നാളെ ഒരു കടയൊക്കെ ആയിട്ട് അങ്ങനെയല്ലേ അവൻ ജീവിച്ചിട്ടുള്ളൂ. പെട്ടെന്ന് ഒരു പ്രത്യേക ഒരു സ്ഥാപനം എന്നൊക്കെ പറഞ്ഞ്, അതും നിങ്ങൾ ആരും ഇല്ലാണ്ട് അവനൊരു വല്ലാത്ത പ്രയാസം. അമ്മ, അവന്റെ അടുത്ത് സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞേക്ക്. എന്തായാലും അവന് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം ഉള്ളത് എന്തുകൊണ്ടും നല്ലതാ. അവൻ നന്നായി വരെയുള്ളൂ അമ്മ, അവന് നല്ലതേ വരുള്ളൂ. എന്റെയും ബാലേട്ടന്റെയും എന്റെ മക്കളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹം എപ്പോഴും അവനുണ്ടാവും എന്ന് പറഞ്ഞ് ഗോമതി സന്തോഷം പറയാനായിട്ടോ അമ്മയുടെ അടുത്ത്. അങ്ങനെ ഞാൻ എന്തായാലും ബാലേട്ടനോട് ചെന്ന് ഇതൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഗോമതി ബാലന്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ധർമ്മൻ. അപ്പോഴാണ് നമ്മുടെ ബാലന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ആഗ്രഹം ഗോമതിയോട് പറയണത്. അതായത് ധർമ്മന്റെ കല്യാണം കഴിഞ്ഞത് മുതൽ തന്നെ ഞാൻ ആഗ്രഹിച്ചതാണ് ധർമ്മന് ഇനി ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു കട ഇട്ട് കൊടുക്കണമെന്നും അവനും സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്നും. ഒരു പണിക്കാരനെ പോലെ എന്റെ കടയിൽ നിന്നതുകൊണ്ട് അവനൊരു ജീവിതം ആവില്ല. എന്റെ മനസ്സിൽ അതിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വരെയായിരുന്നു. അതിന്റെ ഇടയിലല്ലേ ഓരോ പ്രശ്നങ്ങളും ഉണ്ടായത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ഗോമതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് നമ്മുടെ ധർമ്മൻ വരെയാണ്. അങ്ങനെ ധർമ്മൻ വന്നു കഴിഞ്ഞ് അളയാന്നും ചേച്ചി എന്നും പറഞ്ഞ് അകത്ത് കയറിയാണ്. വാ മോനെ, വാ വാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ധർമ്മനെ സ്വീകരിക്കുകയാണ്. അതെ, എനിക്കൊരു കാര്യം പറയാനായിട്ടാണ്. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, അച്ചുവേട്ടനാണ് എല്ലാം ഏർപ്പാട് ചെയ്തേക്കുന്നത്. എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ഒരു പലചരക്ക് കടയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഉദ്ഘാടനം 2 ദിവസത്തിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ എല്ലാ അനുഗ്രഹം എനിക്ക് വേണം. പിന്നെ എൻ്റെ മനസ്സിൽ ഇപ്പൊ നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ എൻ്റെ അളിയനും ചേച്ചിയും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്താണ്. അപ്പോൾ നിങ്ങളുടെ ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടാകണമെന്ന് പറഞ്ഞ് പോവേണ്. അപ്പൊ ബാലനും ഗോമതി, ധർമ്മ പോലെട മോനെ, നീ ഇങ്ങി വാടാ, നമുക്ക് ഇവിടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് ഗോമതിയും നമ്മുടെ ബാലനും ധർമ്മനെ വിളിക്കുകയാണ്.
നിൽക്കുകയാണ്. പക്ഷെ ധർമ്മൻ പിന്നെ അങ്ങ് സങ്കടപ്പെട്ട് അങ്ങ് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ആര്യനും ആകാശൊക്കെ പറഞ്ഞ് കണ്ടില്ലേ, ഇത്രയും വരെയായി, ഇനി എന്തായാലും ധർമ്മമാമൻ നമ്മുടെ വീട്ടിൽ വരും അമ്മേ, സമാധാനമായിട്ട് ഇരിക്കുന്നു പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ദേവിക്കാണെങ്കിൽ മീനാക്ഷിയെ കാണണമെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ്. അത് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ മീനാക്ഷി നമ്മുടെ ദേവിയെ കാണാനായിട്ട് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഡോറ് തുറക്കണം നമ്മുടെ ശ്രീകലയാണ്. ഓ, മോളാണോ? അതെ, ഞങ്ങൾ അവിടെ വന്നപ്പോഴത്തേക്കുള്ള സ്വീകരണമൊക്കെ കണ്ടു. അന്ന് എൻ്റെ മോക്ക് വേണ്ടിയിട്ട് ഒരാൾ പോലും ഇല്ലായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ. എൻ്റെ കുഞ്ഞിനെ വെറും പട്ടി എടുത്ത് വെളിയിൽ എറിയും പോലെ അല്ലേ എല്ലാവരും കൂടെ ചേർന്ന് ചവിട്ടി കൂട്ടി എടുത്ത് വെളിയിൽ എറിഞ്ഞത്. എന്തേ വന്നേന്നൊക്കെ ചോദിക്കും. അതെ, ദേവിയേട്ടത്തി ഒന്ന് കാണാനാണെന്ന് പറഞ്ഞു. അവൾ അകത്തുണ്ട്, ചെല്ലെന്ന് പറഞ്ഞ് വിടുകയാണ്. എന്നാലും കുറെ കുത്തുവാക്കുകൾ നമ്മുടെ മീനാക്ഷിക്കിട്ട് നമ്മുടെ ശ്രീകല കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവിയെ പോയി കാണുകയാണ്. അപ്പൊ ദേവി പറയുന്നുണ്ട്, മോളെ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ശ്വാസം മുട്ട, എനിക്ക് പറ്റുന്നില്ല മീനാക്ഷി, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ആനന്ദേട്ടനെയും നിങ്ങളെയും അച്ഛനെയും അമ്മയൊന്നും കാണാണ്ട് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കും മീനാക്ഷി, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും മോളെ. അപ്പൊ പറഞ്ഞു ദേവിയേട്ടത്തി ഒന്ന് സമാധാനപ്പെട്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരുടെയും മനസ്സിൽ ഒരു വെറുപ്പും ദേഷ്യവും ഒക്കെ ദേവിയേട്ടത്തിയോടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ദേവിയേട്ടത്തി കുറച്ച് സമയം തട്ടെ, ഞാൻ തന്നെ അതിന് മുൻകൈ എടുത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം, ദേവിയേട്ടത്തി സമാധാനപ്പെട് എന്നൊക്കെ പറയാനേട്ടോ. അങ്ങനെ ദേവി പറഞ്ഞു എനിക്ക് ഒരു സമാധാനവും ഇല്ല മീനാക്ഷി. അപ്പം നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, ദേവിയേട്ടത്തിക്ക് അറിയോ, അമ്മ അത്രയും ദേഷ്യം കാണിച്ചുവെങ്കിലും ഞങ്ങൾ കാണാണ്ട് ഓരോ നിമിഷവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്വന്തം ആങ്ങളുടെ മകനായ മിത്രയെക്കാട്ടിലും ഒക്കെ ദേവിയേട്ടത്തിയെ നമ്മുടെ അമ്മ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വാക്കുകൊണ്ട് പോലും ദേവിയേട്ടത്തി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് ഞങ്ങളോട് പോലും ദേവിയേട്ടത്തി പറഞ്ഞില്ലല്ലോ. എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സ് തുറന്ന് സംസാരിക്കണവരല്ലേ, എന്നിട്ട് ദേവിയേട്ടത്തി ഒരു വാക്കുപോലും പറഞ്ഞില്ലേ. അപ്പൊ ദേവി പറഞ്ഞു, മോളെ എൻ്റെ സാഹചര്യം എന്ത് സാഹചര്യമാണെങ്കിലും ദേവിയേട്ടത്തി അന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇതിനൊരു പോംവഴി കണ്ടെത്താമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ദേവിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ദേവിയേട്ടത്തി കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുക, നമുക്ക് സമാധാനം ഉണ്ടാക്കാം എന്ന രീതിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏകദേശം ആ ഒരു രീതിയിൽ എല്ലാം പറഞ്ഞ് സെറ്റാക്കി എല്ലാം മീനാക്ഷി സമാധാനപ്പെടുത്തേണ്. എന്തായാലും ഞാൻ വരാം, ഇനിയും അതിനകത്ത് ഞാൻ ദേവിയേട്ടത്തിയുടെ കാര്യമൊക്കെ എല്ലാവരുടെ മുമ്പിലും ഒന്ന് പ്രസന്റ് ചെയ്ത് അവരുടെ മനസ്സിലെ ആ ദേഷ്യവും ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ അവരെ കണ്ട ശേഷം മീനാക്ഷി പോവാണ്. എന്നിട്ട് മീനാക്ഷി പറഞ്ഞു, എന്തായാലും ദേവിയേട്ടത്തിയുടെ അമ്മയ്ക്കും അച്ഛനൊന്നും സ്വഭാവത്തിന് ഒരു മാറ്റമില്ല, ആ ഒരു തലക്കനവും എല്ലാം ഇപ്പോഴും ഉണ്ട് എന്നുള്ള രീതിയിൽ പറയണേ. അവര് തന്നെയാണല്ലോ മീനാക്ഷി എൻ്റെ ജീവിതം ഇതുപോലെ കൊണ്ടാക്കിയിട്ടേക്കണത് എന്ന് പറഞ്ഞ് ദേവി കരഞ്ഞു. അപ്പം പോട്ടെ ദേവിയേട്ടത്തി, സാരമില്ല, എന്തായാലും എല്ലാം ഒരു ദിവസം കലങ്ങി തെളിഞ്ഞു വരും, ഞാൻ എൻ്റെ പറയണത്. അങ്ങനെ മീനാക്ഷി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്ന ആനന്ദ് മനസ്സ് തകർന്ന് അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. അങ്ങനെ നമ്മുടെ ആനന്ദ് ഒരു ദിവസം അമ്പലത്തിൽ പോവുകയാണ്, മനസ്സ് തുറന്നൊന്ന് മനം ഉരുകി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ ആനന്ദ് ആദ്യമായിട്ട് സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അന്ന് ബാലന് ബന്ധുബലം പോരാ എന്ന പേരിലെങ്ങാണ്ടോ ആ ഒരു ബന്ധം വേണ്ടാന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഉദയഭാനുവിന്റെ ഈ ആലോചന കൊണ്ടുവന്ന് കൊമ്പത്തെ ആലോചനയെന്നും പറഞ്ഞ് നമ്മുടെ ആനന്ദിന്റെ തലയിൽ ഈ ഒരു കേസ് കൊണ്ട് കെട്ടിവെച്ചത്. പക്ഷെ ആ പെൺകുട്ടിയെ നമ്മുടെ ആനന്ദ് ആ അമ്പലത്തിൽ വെച്ച് കാണാനിടയാവുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയായിട്ട് സംസാരിക്കണം. അപ്പോൾ ആ പെൺകുട്ടിയും വിവാഹം കഴിഞ്ഞെങ്കിലും അത്ര ഒരു സുഖകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിലൊന്നും അല്ല, പിണക്കത്തിലൊക്കെയാണ്. അങ്ങനെ അവര് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം. അങ്ങനെ ആനന്ദം പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചത് ഒരു പെരുങ്കള്ളിയായിട്ടുള്ള ഒരു കുടുംബം, അവളെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങനത്തെയാണ്. അങ്ങനെ അവര് കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോവേണം. അവര് കോളേജിൽ പഠിക്കുന്ന സമയം മുതലേ സ്നേഹിച്ചു വന്നവരാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസവും ആനന്ദ് അമ്പലത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടിയെ കാണുന്നുണ്ട്. അങ്ങനെ ദിവസവും അവര് കാണുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഇതില് ഇവര് ഭാര്യയും ഭർത്താവാണെന്ന് പോലെ സംശയിച്ചു പോകും. അങ്ങനെ ആനന്ദിന്റെയും ഈ പെൺകുട്ടിയുടെയും കൂടെ പഠിച്ച ഒരു ആള് ഇവരെ കാണുകയാണ്. അപ്പം ആനന്ദിനെയും ആ പെണ്ണിനെയും കാണുകയാണ്. അപ്പൊ അവരടുത്ത് വന്നിട്ട്, ആഹാ, കോളേജിൽ വെച്ച് സ്നേഹിച്ച് നടന്നെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചു അല്ലേ, നന്നായിരിക്കട്ടെ, നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ ആ ഒരു ബന്ധം, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അയാള് ഇതാക്കിയിട്ട് പോകണം. അപ്പൊ അവര് പരസ്പരം മുഖത്തോട്ട് മുഖം നോക്കണം, അവര് തിരുത്താനും പോയില്ല. അങ്ങനെ ഇപ്പൊ ആനന്ദിന് ആ ഒരു പെൺകുട്ടിയെ കാണുന്നതും അല്ലെങ്കിൽ അവളുമായിട്ട് സംസാരിക്കുന്നതും ഒരു ആശ്വാസമായിട്ട് തന്നെ തോന്നിയത്. അങ്ങനെ എല്ലാ ദിവസവും ഇത് പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം
ഈ നമ്മുടെ ദേവിയുടെ വീട്, അതായത് ഉദയഭാനുവിന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ലേഡി ഈ ആ പെൺകുട്ടിയെയും തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ അമ്പലത്തിൽ വെച്ച് കാണുകയും അവർ സംസാരിക്കുകയും അവരുടെ ഇടപെടലുകളെല്ലാം കണ്ടിട്ട് വന്ന് നമ്മുടെ ശ്രീകലയോട് പറയുകയാണ്. അങ്ങനെ ശ്രീകല ഇതറിഞ്ഞിട്ട് ദേവി മോളെ വാടി വേഗം വാ, ആനന്ദ് വേറെ ഏതോ ഒരു പെൺകുട്ടിയായിട്ട് അമ്പലത്തിൽ നിന്ന് നടക്കണം. അപ്പൊ ദേവി പറഞ്ഞു, അമ്മേ ആനന്ദേട്ടനെ കുറിച്ചൊന്നും അങ്ങനെ അമ്മ പറയരുത്, നീ വാ ഇപ്പൊ തന്നെ പോയി നോക്കാം. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞതനുസരിച്ച് ശ്രീകലയും നമ്മുടെ ദേവിയും കൂടെ ചെല്ലേണ് കേട്ടോ. അങ്ങനെ ദേവി നോക്കുമ്പോൾ അവര് പറഞ്ഞത് വളരെ ശരിയാണ്. ആനന്ദേട്ടൻ ആ പെൺകുട്ടിയായിട്ട് ഒരു ഭാര്യയുടെ കൂടെ എങ്ങനെയാണോ ഇടപഴകണത് അതുപോലെ മിണ്ടിയും പറഞ്ഞും സംസാരിച്ചും ഒക്കെ ഇരിക്കണം. ദേവിക്ക് സഹിക്കാൻ പറ്റില്ല. ദേവിയുടെ നെഞ്ച് പൊട്ടിപ്പോകും കണക്കുള്ള ഒരു അവസ്ഥയാണ്. ദേവി ഈ കാഴ്ച കണ്ട് നേരെ ഓടി വീട്ടിൽ വന്നിട്ട് അലമുറയിട്ട് കരയണ കേട്ടോ. അപ്പം സ്ത്രീകളെയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പം ഉദയഭാനു ചോദിക്കുന്നു, എന്തിനാ മോള് കരയണത്? അപ്പം നമ്മുടെ സ്ത്രീകളെ പറയുന്നുണ്ട്, ആ ആനന്ദുണ്ടല്ലോ അവനെ ഇപ്പൊ വേറെ ഏതോ ഒരു പെണ്ണുമായിട്ട് സംസാരത്തില, അവളുമായിട്ട് അവിടെ കിടന്ന് അമ്പലത്തിൽ കിടന്ന് കൊഞ്ചിക്കൊഴയാണ്. എന്നും ഇത് തന്നെയാണ്. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു പെണ്ണ് വന്ന് പറഞ്ഞിട്ട് ഞാനും മോളും നോക്കാൻ പോയിക്കായിരുന്നു ഉദയഭാനു ചേട്ടാ, ഇനി എന്താ ചെയ്യണേ, എന്റെ മോളുടെ ജീവിതം പോയേന്നും പറഞ്ഞ് ശ്രീകലയും കിടന്ന് നിലവിളിക്കണേ. ദേവിക്ക് ചങ്ക് പൊട്ടും കണക്കുള്ള ബുദ്ധിമുട്ടായി പോയി. കാരണം ഒരു അംശം പ്രതീക്ഷ ദേവിക്ക് ഉണ്ടായിരുന്നു, കുറച്ച് വൈകിയിരുന്നാലും എല്ലാവരും ക്ഷമിച്ച് എനിക്ക് അവിടെ കയറി പറ്റുമായിരിക്കും എന്നുള്ളത്. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചതുപോലെ ആയിപ്പോയി. പക്ഷേ ആനന്ദിന്റെ ജീവിതത്തിൽ ആനന്ദിനൊരു സമാധാനം എന്ന പോലെ ആ പെൺകുട്ടി ആനന്ദിന്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു ഇതായി തന്നെ വരികയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരു വലിയൊരു ആശ്വാസമായി തന്നെ നമ്മുടെ ആനന്ദിന് വരുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്താണ് ഇനി നമ്മുടെ ആനന്ദിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നതെന്നും ദേവി ഇനി എന്തെങ്കിലും കടും കൈയൊക്കെ ചെയ്യുമോ എന്നുള്ളത് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. കാരണം ഇത് ആ ഒരു പ്രതീക്ഷയും കൂടെ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേവി എന്ത് ബലത്തിലാണ് നിൽക്കുന്നത്? എല്ലാം നശിച്ചില്ലേ. ദേവി ചിലപ്പോ എന്തെങ്കിലും ഒരു ഇത് ചെയ്യാനായിട്ട് തീരുമാനിക്കുമോ എന്നുള്ള ഒരു ഇത് പോലും നമുക്കുണ്ട് അല്ലെ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ധർമ്മന്റെ കട ഇനിയിപ്പോ ഗോമതി സ്റ്റോറിന്റെ അടുത്തുള്ള ആ കടയാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാരും ഞെട്ടിത്തെറിക്കണം അല്ലെ. ധർമ്മൻ പോലും അന്താളിച്ചു പോകും. കാരണം ഇവിടെ തന്നെ കൊണ്ടുവന്ന് കടയിട്ടേക്ക് അത് അച്ചുവേട്ടൻ മനഃപൂർവ്വം അളിയനെ ഇതാക്കാനുള്ളത്, നശിപ്പിക്കാനും അളിയനെ താഴ്ത്തി കെട്ടാനും വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നുള്ളത് അതങ്ങനെ തന്നെയായി വരും. അത് ധർമ്മനെ വല്ലാണ്ട് വിഷമപ്പെടുത്തുകയും ചെയ്യും കേട്ടോ. അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ സാന്ത്വനം 2 നാളത്തെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.